Hello friends, welcome back. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സി എസ് എസ് സെലക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സി എസ് എസ് സെലക്ടേഴ്സിനെ കുറിച്ച് ഒരു ഫുൾ ആയിട്ട് എല്ലാ സെലക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ സെലക്ടേഴ്സ് 4-5 തരം സെലക്ടേഴ്സ് ഉണ്ട്. ഒന്ന് സിമ്പിൾ സെലക്ടേഴ്സാണ്, അതായത് നമ്മൾ ടാഗ് വഴി, അത് HTML ടാഗ് എലമെൻറ്റ് അതുവഴി കൊടുക്കുന്ന സിമ്പിൾ സെലക്ടേഴ്സ്, ടാഗ് നെയിം ID ക്ലാസ്സൊക്കെ വെച്ച് കൊടുക്കുന്ന സിമ്പിൾ സെലക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം സിമ്പിൾ സെലക്ടേഴ്സ് തന്നെ നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സി എസ് എസ് കൊടുക്കുമ്പോൾ, അതായത് സി എസ് എസ് പണ്ട്, അതായത് ആദ്യം ഇതൊന്നും സി എസ് എസ് ഇല്ലാത്തപ്പോൾ നമുക്ക് ഇതിനൊരു സ്റ്റൈലിംഗ് കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, അപ്പോൾ ഈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് കണ്ട ഈ കൊടുത്ത പാരഗ്രാഫൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അതായത് നോട്ട് പാഡിൽ എങ്ങനെ കാണുന്നത്, നമ്മളുടെ നോട്ട് പാഡിൽ എങ്ങനെ കാണുന്നത് അതുപോലെ തന്നെ കാണുന്നത്. ഇതിനെന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ നമ്മളിവിടെ പണ്ടത്തെ രീതിയാണെങ്കിൽ നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് പ്രോപ്പർട്ടി വാല്യൂം ഒക്കെ അതിൻ്റെ അകത്ത് കൊടുക്കണം. പക്ഷെ അവിടെ അങ്ങനെ കൊടുത്താലും പിന്നെ അടുത്ത പാരഗ്രാഫിന് നമുക്ക് വീണ്ടും കൊടുക്കേണ്ടി വരും, വീണ്ടും ഈ പാരഗ്രാഫിന്. അപ്പം അങ്ങനെ ഓരോ പാരഗ്രാഫിനും കൊടുത്ത് നമുക്ക് മടുപ്പ് തോന്നും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 100 പാരഗ്രാഫ് ഉണ്ടെങ്കിലോ എല്ലാത്തിനും നമുക്ക് എല്ലാ എലമെൻറ്റും സെലക്ട് ചെയ്യണ്ടേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റൈൽ ടാഗാണ് ഏറ്റവും പണ്ടത്തെ രീതി എന്ന് പറയുന്നത്. സ്റ്റൈൽ ടാഗ് മാറ്റിയിട്ട് നമുക്ക് വേറെ സി എസ് എസ്, അതായത് വേറെ രീതിയിൽ സി എസ് എസ് വന്നത്. ഈ സ്റ്റൈൽ ടാഗ് കൊടുക്കുന്നതും ഒരു തരം, അതായത് ഇവിടെ ഈ ടാഗിൻ്റെ അകത്ത് സ്റ്റൈൽ ടാഗ് കൊടുക്കുന്നതും ഒരു സി എസ് എസ് ആണ്. പക്ഷേ എങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ വേറെ പല മെത്തേഡ് ഉണ്ട്. അത് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് വേറെ കുറച്ച് സി എസ് എസിന് കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഇവിടെ ഇൻലൈൻ സി എസ് എസ് കൊടുക്കാതെ, അതായത് ടാഗിൻ്റെ അകത്ത് കൊടുക്കാതെ നമുക്കിവിടെ ഹെഡിൻ്റെ അകത്ത് സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്ത് സ്റ്റൈൽ ഒരു ടാഗാക്കി മാറ്റി അതിൻ്റെ അകത്ത് നമുക്ക് സി എസ് എസ് കൊടുക്കാവുന്ന രീതിയാണ് റൈറ്റ് നൗ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എക്സ്റ്റേണൽ സി എസ് എസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതാണ് ഏറ്റവും സ്റ്റാൻഡേർഡ് എക്സ്റ്റേണൽ സി എസ് എസ് ആണ്. പക്ഷേ ഇങ്ങനെയും നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ടാഗിന് നമുക്കൊരു സ്റ്റൈലിംഗ് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ബ്ലാക്ക് കളറിൽ സാധാ രീതിയിൽ. ഇപ്പോൾ എനിക്ക് ഈ പറയുന്ന പാരഗ്രാഫ് ഒരെണ്ണം റെഡ് ആക്കണം. അപ്പോൾ എനിക്ക് ഈ സ്റ്റൈൽ ടാഗിൻ്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലേ, അതായത് ആദ്യം പറഞ്ഞ പോലെ സിമ്പിൾ സെലക്ടേഴ്സാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഒരു ടാഗ് നെയിം അല്ലെങ്കിൽ ID ക്ലാസ് വെച്ച് കൊടുക്കുന്നതാണ് സിമ്പിൾ സെലക്ടേഴ്സ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ ടാഗ് ഏതാണ്, ഇത് div ഉണ്ട്, p ഉണ്ട്. അപ്പോൾ നമുക്ക് div സെലക്ട് ചെയ്യണം, നമുക്ക് പാരഗ്രാഫ് സെലക്ട് ചെയ്യാം, പാരഗ്രാഫ് നേരിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ആ ആംഗിൾ ബ്രാക്കറ്റ്സ് കൊടുക്കണ്ട, P എന്ന് പറയുന്ന ലെറ്റർ മാത്രം സെലക്ട് ചെയ്ത് P എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കർലി ബ്രേസസ് കൊടുക്കുക. കർലി ബ്രേസസ് സ്റ്റാർട്ടിങ്ങിനും എൻഡിങ്ങിനും വേണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതിനകത്ത് സ്പേസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. അതായത് ഇപ്പോൾ പണ്ട് കാലത്ത് 25 പൈസ ഉണ്ടായിരുന്നു, 50 പൈസ ഉണ്ടായിരുന്നു. ഇപ്പോൾ 50 പൈസയൊന്നുമില്ല, ഇപ്പോൾ 1 റുപ്പിയാണുള്ളത്. അപ്പോൾ 50 പൈസ നിങ്ങളുടെ കയ്യിൽ വെച്ചാലും കൊടുത്താലും അതൊക്കെ ഇൻവാലിഡാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി, സ്പേസ് കൊടുക്കുക. അത് നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ സി എസ് എസ് എടുക്കാൻ പോകുന്നില്ല, അത് ഇൻവാലിഡാണ്. അപ്പോൾ സ്പേസ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, കൊടുക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയാണ് നോർമലി ഡിസൈനേഴ്സ് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പാരഗ്രാഫ് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ കളർ എന്ന് പറഞ്ഞ സിമ്പിൾ, അതായത് ബാക്ക്ഗ്രൗണ്ട് കളറും ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളറെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിൻ്റെ കളറായിരിക്കും മാറാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ മാറണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ കളർ എന്നാണ് പറയുന്നത്, അപ്പോൾ ടെക്സ്റ്റിൻ്റെ കളർ മാറും. കളർ ഈ പറയുന്ന എല്ലാ കളർ, അതായത് ഇങ്ങനെ വേണമെങ്കിൽ കളർ തന്നെ പലതരത്തിൽ കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഈ റെഡ്, ബ്ലൂ അങ്ങനെ എഴുതി കൊടുക്കാം. നമ്മുടെ ഫോട്ടോഷോപ്പിൽ കൊടുക്കുന്ന പോലെ ഹെക്സാഡെസിമൽ കോഡ് ഉപയോഗിച്ച് കൊടുക്കാം. ഏത് രീതിയിലും വേണമെങ്കിലും കളർ കൊടുക്കാം. ഒരുപാട് രീതിയിൽ എന്താണ് ഇൻപുട്ട് ഈ പറയുന്ന സി എസ് എസ് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് അക്സെപ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ റെഡ് എന്ന് കൊടുക്കാം.
എന്നിട്ട് സേവ് ചെയ്തിട്ട് നമ്മുടെ ഇത് റിഫ്രഷ് ചെയ്യുമ്പോൾ എല്ലാ പാരഗ്രാഫും റെഡായി. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് എല്ലാ പാരഗ്രാഫും റെഡാക്കണ്ട, നമുക്ക് ഒരു പാരഗ്രാഫ് മാത്രം റെഡാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതാണ് ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ കുഴപ്പം. അതായത് പി ടാഗ് മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പാരഗ്രാഫും സെലക്ട് ആവും. അപ്പോൾ അപ്പോഴാണ് അവിടെ ക്ലാസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വേണ്ടത്. കാരണം നമുക്ക് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ പാരഗ്രാഫ് മാത്രം റെഡാക്കാം. അപ്പം ഞാനിവിടെ ഈ പി എന്ന് പറയുന്ന അവിടുത്തെ ഒരു പി സെലക്ട് ചെയ്തിട്ട് ഞാൻ പറയാം, പി സെലക്ട് ചെയ്തിട്ട് അവിടെ ഡോട്ട് കൊടുക്കുക. ഡോട്ട് കൊടുത്തിട്ട് ഈ ഡോട്ട് കൊടുത്ത് ചെയ്യുന്നതൊക്കെ ക്ലാസ്സാണ്. അത് അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. കാരണം ഐഡീസിനും ക്ലാസ്സിനും കുറച്ച് പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ നേരത്തെ സിമ്പിൾ സെലക്ടേഴ്സ് കണ്ടു. ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഐ ഡിയും ക്ലാസ്സും പറയുന്നുണ്ട്, ഐ ഡി ക്ലാസ്. ഇനി നമ്മൾ ഐ ഡി ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഐ ഡിയും ക്ലാസ്സും യൂണീക്കാണ്. അതായത് അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഐ ഡി മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഹാഷ് സിമ്പിൾ. ഇതിനെ പൗണ്ട് എന്നും പറയും. ഹാഷ് സിമ്പിൾ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ അതൊരു നമ്പർ വെച്ച് തുടങ്ങാൻ പാടില്ല. പിന്നെ ഐ ഡി എന്ന് പറയുന്നത് യൂസ്ഡ് ഓൺലി വൺസ് ആണത്. അതായത് എനിക്ക് ഒരു പേരേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എൻ്റെ ഐ ഡി കാർഡ് ഇപ്പോൾ ആധാറാണെങ്കിൽ, എൻ്റെ പാൻ കാർഡാണെങ്കിൽ അതിൻ്റെയൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്നായിരിക്കും. അപ്പോൾ ഐ ഡി അതുപോലെ യുണീക്കാണ്. പിന്നെ ക്ലാസ്സിൻ്റെ കാര്യമാണെങ്കിൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഡോട്ട് വെച്ച് ഒരു ഡോട്ട് സൈൻ അല്ലെങ്കിൽ പീരിയഡ് വെച്ചാണ് തുടങ്ങേണ്ടത്. പിന്നെ ക്ലാസ് നമുക്ക് എന്താ പറയുക, മാറി ഐ മീൻ ഏത് എലമെൻറ്റിന് വേണമെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് ക്ലാസ്സിൻ്റെ പ്രത്യേകത. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഐ ഡിയും ക്ലാസ്സും കേസ് സെൻസിറ്റീവാണ്. ഐ ഡി ആൻഡ് ക്ലാസ് ആർ കേസ് സെൻസിറ്റീവ്. അതായത് നമ്മൾ പാസ്വേഡ് കൊടുക്കുന്ന പോലെ തന്നെ ഇത് കേസ് സെൻസിറ്റീവാണ്. അതായത് മാറി കൊടുത്തു കഴിഞ്ഞാൽ വർക്കാവില്ല. അപ്പോൾ നമ്മൾ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പം നമ്മളിവിടെ കളറല്ലേ, ഇപ്പോൾ ഒരു റെഡ് എന്ന് തന്നെ കൊടുക്കാം. ഡോട്ട് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഏതെങ്കിലും പേര്. അപ്പം ഞാൻ റെഡ് എന്ന് കൊടുക്കും. ഈ രണ്ടാമത്തെ പി മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന് ക്ലാസ് എന്ന് കൊടുത്തിട്ട് റെഡ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് സെലക്ട് ചെയ്യാൻ നേരത്ത് ഞാൻ പി ക്ലാസ് റെഡ് കൊടുത്തു. അപ്പോൾ അത് മാത്രം, ആ ഒരു പാരഗ്രാഫ് മാത്രം എനിക്ക് കളർ മാറ്റാൻ പറ്റി. അത് മാത്രം കളർ മാറി. ബാക്കിയൊന്നും എഫക്റ്റഡ് അല്ല. ഇനി നമുക്കിവിടെ ഒരു ഹെഡർ ക്രിയേറ്റ് ചെയ്യാം. H3 എന്ന് പറയുന്നൊരു ഹെഡർ ക്രിയേറ്റ് ചെയ്തു. ദിസ് ഈസ് എ ഹെഡിങ്. അപ്പോൾ അവിടെ ഒരു ഹെഡിങ് വന്നു. ഇനി നമുക്ക് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പി ഡോട്ട് റെഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് പി എലമെൻറ്റിനെ മാത്രം അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മാത്രം ടാർഗറ്റ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഹെഡിങ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഹെഡിങ്ങാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് സ്റ്റൈൽ കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുകയാണ്. ദിസ് ഈസ് എ ഹെഡിങ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഹെഡിങ് കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഈ ക്ലാസ് കൊടുത്തിരിക്കുന്നത് ഹെഡിങ്ങിന് അഫക്റ്റ് ആവുമെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കത് ക്ലാസ് ഇവിടെ കൊടുത്തു നോക്കാം. ക്ലാസ് ഈക്വൽ ടു റെഡ്. അത് അഫക്റ്റ് ആവില്ല, എനിക്കറിയാം അത് അഫക്റ്റ് ആവില്ല എന്നുള്ളത്. അപ്പം പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്കിവിടെ ഈ പീന് നമുക്ക് ക്ലാസ് കൊടുക്കാം. അപ്പോൾ ഈ പി ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ കളർ മാറും, പക്ഷേ ഹെഡിങ്ങിൻ്റെ കളർ മാറാൻ പോകുന്നില്ല. കണ്ടോ, ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ കളർ മാറി, റെഡായി, പക്ഷേ ഹെഡിങ്ങിൻ്റെ കളർ മാറിയിട്ടില്ല. ഇനി നമ്മൾ സോഴ്സ് കോഡ് നോക്കിക്കഴിഞ്ഞാൽ കളർ റെഡ്, ഇതിന് നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, ക്ലാസ് റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് അഫക്റ്റഡ് അല്ല. ഇനി ഈ ക്ലാസ് ഏത് എലമെൻറ്റിനും കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇനിയിപ്പോൾ ആ ഹെഡിങ്ങിന് അഫക്റ്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പി ആയിട്ട് അസോസിയേറ്റ് ചെയ്തത് കൊണ്ടാണ്, ഈ പി എലമെൻറ്റിനെ കണക്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ക്ലാസ് അതിന് മാത്രം അഫക്റ്റ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് നമുക്ക് ഏത് എലമെൻറ്റിന് യൂസ് ചെയ്യാം. ഡോട്ട് റെഡ് എന്നുള്ളത്, ഇപ്പം ഞാൻ ആ പി എന്ന് പറയുന്ന എലമെൻ്റ് എടുത്ത് മാറ്റി. ഇപ്പോൾ ഡോട്ട് റെഡ് മാത്രമേ ഉള്ളൂ. അത് സിമ്പിൾ ക്ലാസ് ആണ്.
ഇനിയിപ്പോൾ അത് ഏത് എലമെൻറ്റിനും എഫക്റ്റ് ആവും. അപ്പോൾ ഹെഡിങ്ങും കളർ മാറും. കണ്ടോ, ഇപ്പോൾ ഹെഡിങ്ങിൻ്റെ കളർ മാറി. അപ്പോൾ അങ്ങനെ ക്ലാസ് നമുക്കൊരു എലമെൻറ്റിന് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ആ എലമെൻ്റ് എടുത്ത് മാറ്റി ഡോട്ട് ക്ലാസ് നെയിം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഏത് എലമെൻറ്റിന് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ. ഇനി ഐ ഡി എന്ന് പറയുന്നത്, ഐ ഡി യുണീക്കാണ്. ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ഡി CSSന് യൂസ് ചെയ്യും, ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ നേരത്ത് അതിന് യൂസ് ചെയ്യും. അതായത് ഇനി നമുക്ക് എന്താ ഗ്രൂപ്പിംഗ് സെലക്ടറിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ ഗ്രൂപ്പിംഗ് സെലക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് എലമെൻറ്റുകളെ ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഗ്രൂപ്പിംഗ് സെലക്ടർ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഹെഡിങ് ടാഗുകൾ, ഹെഡിങ് 6 തരം ഹെഡിങ് ഉണ്ടല്ലോ, വലുത് തൊട്ട് ചെറുത് വരെ. H1 വലിയ ഹെഡിങ് ആണ്, H2 അതിൻ്റെ ചെറുത്, അങ്ങനെ ചെറിയ ചെറിയ ഗ്രേറ്റസ്റ്റ് ടു ലോവസ്റ്റ് അങ്ങനെയാണ് പോകുന്നത്. $H ഇൻറ്റു 6 അതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. $H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഹെഡിങ്ങും നമുക്ക് ഇജക്റ്റ് ചെയ്യും. കണ്ടോ, അപ്പോൾ എല്ലാ ഹെഡിങ് കിട്ടി. ഇനി നമുക്ക് ഇതിലെല്ലാം എന്തെങ്കിലും ഒരു കണ്ടൻറ്റ്, ദിസ് ഈസ് എ ഹെഡിങ്, നമ്മളങ്ങനെ കൊടുത്തു, നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുത് തൊട്ട് വലുത് തൊട്ട് ചെറിയ ഹെഡിങ്ങുകളെല്ലാം നമുക്ക് കിട്ടി. ഇനി എനിക്കിപ്പോൾ ഇവിടെ H1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, H1 അതിൻ്റെ കളർ ബ്ലൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുക, ഇതിൻ്റെ കളർ മാത്രമല്ലേ മാറാൻ പോണത്, കാരണം H1 മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാത്തിൻ്റെയും കളർ മാറണമെങ്കിലോ, കാരണം എല്ലാത്തിൻ്റെയും, അതായത് എല്ലാത്തിനും സെയിം കളറാണെങ്കിൽ എനിക്കൊരു സൂത്രം ചെയ്യാം. അതായത് ഇതിനെല്ലാം ഗ്രൂപ്പ് ചെയ്യാം. H1 ഗ്രൂപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ H1 അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോമ ഇടുക, H2 പിന്നെ കോമ ഇടുക, H3, H4, H5, H6 ഇങ്ങനെ കോമയിട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ഓർക്കേണ്ടത് എല്ലാത്തിനും സെയിം കളറായിരിക്കണം, ബ്ലൂ കളറായിരിക്കണം, അല്ലെങ്കിൽ സെയിം പ്രോപ്പർട്ടി ആയിരിക്കണം കൊടുക്കാൻ പോകണം. സെയിം പ്രോപ്പർട്ടി വാല്യൂ ആയിരിക്കണം കൊടുക്കാൻ പോകുന്നത്. വേറെ ഇപ്പം ഇതിന് ബ്ലൂ, ഇതിന് റെഡ് അങ്ങനെയാണെങ്കിൽ വർക്ക് ചെയ്യില്ല. അത് വേറെ കളേഴ്സ് ആണെങ്കിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന പ്രോപ്പർട്ടിയും വാല്യൂയും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് തെറ്റും. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തു. ഇനി ഞാൻ സേവ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്യാൻ നേരത്ത് എല്ലാം ബ്ലൂ കളറായി. അതുപോലെ തന്നെ എല്ലാം വേണമെങ്കിൽ എനിക്ക് റെഡാക്കി മാറ്റാം. റെഡ്. അപ്പോൾ അങ്ങനെ എല്ലാം റെഡായി. ഇനിയിപ്പോൾ കളർ തന്നെ ആവണമെന്നില്ല, എനിക്ക് എന്ത് പ്രോപ്പർട്ടിയും വാല്യൂയും, എന്ത് പ്രോപ്പർട്ടി ആണെങ്കിലും എന്ത് വാല്യൂ ആണെങ്കിൽ പ്രോപ്പർട്ടിയും വാല്യൂയും എനിക്ക് മാറ്റാം. ഇപ്പോൾ ഇത് എന്താ പറയുക, അണ്ടർലൈൻ കൊടുക്കണമെന്ന് വിചാരിച്ചു, ഞാനത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് എല്ലാത്തിനും വരും, കാരണം എല്ലാം അണ്ടർലൈനായിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഏത് പ്രോപ്പർട്ടിയും വാല്യൂയും ഇങ്ങനെ കൊടുക്കാം, അത് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എല്ലാത്തിനും സെയിം ആയിരിക്കണം. എല്ലാം അണ്ടർലൈൻ ആണെങ്കിൽ, അതായത് ഇത് അണ്ടർലൈൻ, ഇത് ബോൾഡ്, ഇത് ഇറ്റാലിക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ സെയിം പ്രോപ്പർട്ടി വാല്യൂ ആണെങ്കിൽ നമുക്ക് എല്ലാം കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം, പാരാഗ്രാഫോ എന്ത് എലമെൻറ്റ്, ഡിവ് ആണെങ്കിൽ എന്തും ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എന്താ പറയുക, ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. പാരാഗ്രാഫ് നമുക്കൊരു 3 എണ്ണം ഡിവിൻ്റെ അകത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ദിസ് ഈസ് എ പാരാഗ്രാഫ് ഇങ്ങനെ നമ്മൾ കൊടുത്തു. ഈ പാരാഗ്രാഫിനെ നമുക്ക് വേറൊരു ടാഗിൻ്റെ അകത്ത് ദിസ് ഈസ് എ ഡിസെൻഡൻറ്റ്, എന്നിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടു. ഇനിയിപ്പോൾ ഒരു പാരാഗ്രാഫ് നമുക്ക് പുറത്ത് കൊടുക്കാം, ഡിവിൻ്റെ പുറത്ത് ഒരു പാരാഗ്രാഫ്, ദിസ് ഈസ് എ പാര, ഇങ്ങനെ നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ എനിക്ക് ഈ പറയുന്ന എല്ലാ പാരാഗ്രാഫും, അതായത് ഈ ഡിസെൻഡൻറ്റിനെ കൂടി എനിക്ക് സെലക്ട് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ
എനിക്ക് ജസ്റ്റ് ഈ div സ്പേസ് p എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അത് ഡിസെൻഡൻറ്റ് സെലക്ടർ ആണെങ്കിൽ ഒരു എലമെൻറ്റ്, അത് div ആയിരിക്കാം, പാരാഗ്രാഫ് ആയിരിക്കും, എന്തായാലും അതിൻ്റെ അകത്തുള്ള എല്ലാത്തിനെയും സെലക്ട് ചെയ്യാനാണ് നമ്മൾ ഡിസെൻഡൻറ്റ് സെലക്ടർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിവിൻ്റെ അകത്തുള്ള എല്ലാ p എലമെൻറ്റുകളെയും സെലക്ട് ചെയ്യാനാണ് നമ്മൾ div സ്പേസ് p കൊടുത്തത്. അപ്പം അങ്ങനെ ഒരു എലമെൻറ്റിൻ്റെ അകത്തുള്ള എല്ലാത്തിനെയും, അത് അതിൻ്റെ സിബ്ലിങ്സ് ആയിട്ടുള്ളത്, അതായത് ബ്രദർ സിസ്റ്റർ എലമെൻറ്റുകൾ, അതിൻ്റെ ചിൽഡ്രൻസ്, അതിൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ, അതിനെയൊക്കെ സെലക്ട് ചെയ്യാനാണ് ഈ div സ്പേസ് p ഇതുപോലുള്ള ആ ഒരു ഡിസെൻഡൻറ്റ് സെലക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡിസെൻഡൻറ്റ് സെലക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു എലമെൻറ്റിൻ്റെ അകത്ത് വരുന്ന എല്ലാത്തിനെയും, അത് അതിൻ്റെ ചൈൽഡും അതിൻ്റെ ഗ്രാൻഡ് ചൈൽഡും എല്ലാത്തിനെയും, ഇപ്പോൾ ഡിസെൻഡ് ചെയ്യുന്ന എല്ലാത്തിനെയും സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡിസെൻഡൻറ്റ് സെലക്ടർ കൊടുക്കുന്നത്. അത് എലമെൻ്റ് ഏതാണോ അത്, പിന്നെ സ്പേസ്, പിന്നെ അതിൻ്റെ അകത്തുള്ള നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എലമെൻറ്റ്. അപ്പോൾ എലമെൻറ്റ് സ്പേസ് അടുത്ത എലമെൻറ്റ്, അങ്ങനെയാണത് കൊടുക്കേണ്ടത്. ഡിസെൻഡൻറ്റ് സെലക്ടർ എന്ന് പറയും. ഇനി ഇതിൻ്റെ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ പറയുന്ന ഡിസെൻഡൻറ്റിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ, കണ്ടോ, അതിന് അണ്ടർലൈൻ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡിവിൻ്റെ പുറത്ത് കിടക്കുന്ന സംഭവങ്ങളെയൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഇനിയെന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് നോക്കുക, ഈ സെക്ഷൻ്റെ അകത്ത് കിടക്കുന്ന പാരാഗ്രാഫ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ചൈൽഡ് അല്ല. ഡയറക്റ്റ് ചൈൽഡ്, ഈ ഡിവിൻ്റെ ഡയറക്റ്റ് ചൈൽഡ് ഏതൊക്കെയാണ്? ഈ പിയും സെക്ഷനുമാണ്. പാരാഗ്രാഫ് ടാഗുകൾ രണ്ടെണ്ണവും സെക്ഷനുമാണ് ഇതിൻ്റെ ഡയറക്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത്. ഈ പി എന്ന് പറയുന്നത് ഡിസെൻഡൻ്റ് ആണ്, അതായത് ഡയറക്റ്റ് ചൈൽഡ് അല്ല, ഒരു ഗ്രാൻഡ് ചൈൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഗ്രാൻഡ് ചൈൽഡിനെ എനിക്ക് സെലക്ട് ചെയ്യണ്ടെങ്കിലോ, ഈ പറയുന്ന ഡിവിൻ്റെ പുറത്തെടുക്കുന്ന പീനെ എന്തായാലും സെലക്ട് ചെയ്യില്ല. ഈ ഡിസെൻഡൻറ്റ് കൊടുത്താലും അത് സെലക്ട് ആവില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന ഡയറക്റ്റ് ചൈൽഡിനെ എനിക്ക് ഒഴിവാക്കണം. അതായത് ഈ പറയുന്ന ഡയറക്റ്റ് ചൈൽഡിനെ, ഇതിപ്പോൾ 3 എണ്ണത്തിന് അണ്ടർലൈൻ വന്നിട്ടുണ്ട്, ഇതിനെ, ഈ ഡയറക്റ്റ് ചൈൽഡിനെ എനിക്ക് ഒഴിവാക്കണം. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഡിസെൻഡൻറ്റിൻ്റെ ആ സ്പേസ് മാറ്റിയിട്ട് എനിക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഡിസെൻഡൻറ്റ് എലമെൻറ്റുകൾ, ഡയറക്റ്റ് ചൈൽഡ്, ദിസ് ഈസ് നോട്ട് എ ഡയറക്റ്റ് ചൈൽഡ്, ഡയറക്റ്റ് ചൈൽഡ് അല്ലാത്തതിനെ സെലക്ട് ചെയ്യില്ല. ആ ഡിസെൻഡൻ്റ് അല്ല, നേരിട്ട് വരുന്ന ചൈൽഡിനെ മാത്രം, അതായത് പി എലമെൻറ്റിനെ മാത്രം സെലക്ട് ചെയ്യും. അപ്പം അങ്ങനെ ഈ 2 പി എലമെൻറ്റിനെ മാത്രം സെലക്ട് ചെയ്തു, അതിൻ്റെ ഡയറക്റ്റ് ചൈൽഡ് അല്ലാത്ത എലമെൻറ്റിനെ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് സെലക്ഷൻ കൊടുക്കാം.